ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുളുവിലെത്തി. അതിന്റെ എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ഫോൺ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ റിസ്ക് ആയതുകൊണ്ട് അവരുടെ ഗോപ്രോയിൽ തന്നെ ഫുള്ള് ഷൂട്ട് ചെയ്തത്. അതിന് 1000 രൂപയായി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന് എപ്പോഴും ചെയ്യണം റിവർ റാഫ്റ്റിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് ഗുഡ് എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്. ഇത് വെറുതെ ഇരുന്ന് തള്ളുമല്ല, കാരണം അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം ഇത് ചെയ്തിരിക്കണം. ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്തത് കുളൂല, പക്ഷെ ചെയ്യുവാണെങ്കിൽ ഋഷികേശി തന്നെ പോയി ചെയ്യണം. ഞങ്ങൾ ഈ ചെയ്തത് ജസ്റ്റ് 5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഋഷികേശി പോവാണെങ്കിൽ നമുക്കൊരു 20-25 കിലോമീറ്ററിനൊക്കെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. സീരിയസ്ലി വൺസ് ഇൻ എ ലൈഫ് പോയി ചെയ്യണം, ഉറപ്പായിട്ടും. ചില്ലായി താത്തി കുറച്ച് പണ്ടാറങ്ങിയിരിക്കുക. എന്തായാലും റിവർ റാഫ്റ്റിംഗ് ചെയ്യണം. നമ്മളിവിടെ ഐസായി ഒന്നും ഫീലില്ല, എല്ലാരും ഷിവറിംഗ്. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഈ ചായം കുടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ നമ്മളെ സമ്മതിച്ചില്ല. അങ്ങനെ അടുത്ത വല്ല വ്യൂ കൊണ്ടുവന്ന് തേടി നമ്മൾ പോയി. അങ്ങനെ പോയപ്പോഴാണ് നമുക്ക് ഇത്രയും കിടിലൊരു സ്പോട്ട് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് കുറെ കഥയൊക്കെ പറഞ്ഞ് ഫുള്ള് സാഡായി. ഇനി എന്നാണോ ഇങ്ങനെയൊക്കെ വരുന്നത്? കുറച്ചു നേരം നമ്മൾ ഓരോന്നും പറഞ്ഞു നിന്നിട്ട് പിന്നെ തിരിച്ച് ബസ്സിലോട്ട് പോയി. കാരണം ഇന്ന് നമ്മുടെ സ്റ്റേ കുളുവിൽ തന്നെ ആയിരുന്നു. ശരിക്കും ഇവിടെ സ്റ്റേ ഇല്ലായിരുന്നു, നമുക്ക് മണാലിലായിരുന്നു 2 സ്റ്റേ ഉണ്ടായിരുന്ന. ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മണാലിക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അതുവരെ ഞങ്ങളുടെ ട്രിപ്പിൽ കിട്ടിയതിൽ ഏറ്റവും അടിപൊളി സ്റ്റേ ഇതായിരുന്നു. അങ്ങനെ സ്നോ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ള പ്രതീക്ഷയൊക്കെ കൈവിട്ടിരുന്നപ്പോഴാണ് മണാലി ഓപ്പൺ ആക്കി. അപ്പൊ നമുക്ക് നാളെ രാവിലെ തന്നെ പോകാൻ പറ്റും. പിന്നെ ഇവന്മാര് പണ്ടത്തെ കുറെ വീഡിയോ ഒക്കെ ഉണ്ട് നോക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ ഒരാവശ്യമില്ലാണ്ട് പോയി താടി മെഷീൻ ട്രിം ചെയ്തു. കഷ്ടപ്പാടാണ്, മനസ്സിലില്ല. ഈ പോയ പോക്കെന്ന് പറഞ്ഞാൽ പാതിരാത്രി 3 മണിക്ക് ഞങ്ങൾ തന്നെ കഴിച്ചിട്ട് ബാക്കി വന്ന പായസം അവരുടെ അടുക്കളയിൽ പോയി എടുക്കാൻ പോയ പോക്കാ. ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ കൂടെ പോകുന്നതിലും ഇവനൊരു 3-4 പ്രാവശ്യമായി പോകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സ്റ്റേയിന് അത്രയും പൊക്കി പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര നല്ല വ്യൂ രാവിലെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ സ്റ്റേയോടും പോയി പറഞ്ഞ് ബസ്സിൽ കയറി രാവിലെ തന്നെ മണാലിക്ക് വന്നതിന് ഫുൾ എക്സൈറ്റ്മെന്റും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയായിട്ട് 2 സ്റ്റെപ്പ് വിട്ട് ട്രാവലറിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ മഞ്ഞ് കണ്ടു തുടങ്ങി. അങ്ങനെ മണാലി എത്തിയപ്പോഴത്തേക്കാണ് അവിടുത്തെ ഹെവി സ്നോഫോൾ കാരണം അവിടുത്തെ വണ്ടികൾ മൊത്തം മഞ്ഞൂടി കിടക്കുക. ഞങ്ങൾ 1 വർഷം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിലും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മണാലി ഇത്ര മഞ്ഞൂടി കിടക്കുന്ന കാണാൻ പറ്റുമെന്ന്. അങ്ങനെ റൂമിലോട്ട് വന്നിട്ട് ഒന്ന് ഹീറ്റർ ഓൺ ആക്കി ഇരിക്കാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും കറണ്ട് ഇല്ല. പിന്നെ വ്യൂ നോക്കി കുറച്ചു നേരം ഇരുന്ന് ഇനി അടുത്ത വ്ളോഗ് ആയിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ.